ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ചുരിദാർ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അതായത് ഒരു രാത്രി കൊണ്ടാണ് ഞാൻ ഈ ഒരു ചുരിദാർ ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് കേട്ടോ ഈ ഒരു ചുരിദാറിൻ്റെ പ്രത്യേകത. എപ്പോഴും എത്ര ടൈം ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും തലേ ദിവസമാണ് ഇതുപോലെ ചെയ്യാറുള്ളത്. പക്ഷേ ഇത് ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ചെയ്ത് കഴിയുമോ എന്നുള്ളത്. എന്തായാലും തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. അപ്പോൾ പിന്നെ അത് കഴിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഒരു 9:30-10 മണി ആ സമയത്താണ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. രാവിലെ 6:30 വരെ ഇരുന്നിട്ട് ഞാൻ തുന്നിയതാണ് കേട്ടോ ഈ ഒരു ചുരിദാർ. അപ്പോൾ അതിനെ ചുരിദാറിൻ്റെ അടിഭാഗത്ത് സ്കാലപ്പ് ചെയ്യണം. സ്കാലപ്പ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. അപ്പോൾ ചുരിദാറിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒരു പെൻസിൽ വെച്ചിട്ട് വരച്ചെടുക്കുക. നമ്മൾ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യണ ആ ഒരു പെൻസിലാണ് ഇട്ടത്. ഇത് കറക്റ്റ് ആ ഒരു വൈറ്റ് കളർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയണ വരെ അവിടെ ഉണ്ടാവും. അത് മാഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. ചോക്കൊക്കെ വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും. അപ്പോൾ ചുരിദാറിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ ചുരിദാറിൻ്റെ 2 കൈയിലും പിന്നെ ഷാളിൻ്റെ 4 സൈഡിലും ഇതുപോലെ സ്കാലപ്പ് ചെയ്തെടുക്കാനാണ് ഇപ്പോൾ പോണത്. അപ്പോൾ ഷാളിൻ്റെ 4 സൈഡും ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിഗ്സാഗ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ചെറുതാക്കി കൊടുക്കണം സ്റ്റിച്ച്. അതായത് എഫിലാണ് ഇടൽ. ചില സമയത്ത് ഞാൻ 1-ലും ഇടാറുണ്ട് കേട്ടോ. 0-ലാകുമ്പോൾ പറ്റ ടൈറ്റായിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോകും ചില സമയത്ത്. പിന്നെ ഈ ടെൻഷൻ്റെ ഭാഗത്ത് സാധാരണ നമ്മൾ 4-ലാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് 0-ലാക്കി കൊടുക്കുക. പിന്നെ അടിഭാഗത്ത് പേപ്പർ വെക്കണം. പേപ്പർ വെച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുക. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പേപ്പർ നമുക്ക് വലിച്ച് എടുക്കാനായിട്ട് പറ്റും. ഇതൊരു നേവി ബ്ലൂ കളറാണ് ചുരിദാർ വന്നിട്ടുള്ളത്. അത് ചന്തേരി സിൽക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഗോൾഡൻ കളറാണ് ആദ്യം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ സിൽവർ കളറിലാണ് അധികം ചുരിദാറുകളും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് സിൽവർ കളറിലുള്ള സ്കാലപ്പിൻ്റെ ത്രെഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. സാധാരണ നമ്മൾ മുമ്പൊക്കെ ചെയ്ത വീഡിയോയിൽ ചെറുതായിട്ടാണ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഒന്ന് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലെങ്ത്ത് കൂടുതലായിട്ടാണ് ഞാൻ അതിൻ്റെ ആ ഒരു ഇത് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്, ഇത്രയും വലുപ്പത്തിൽ. അപ്പോൾ ഇത് ഫുള്ളായിട്ടും ചുരിദാറിൻ്റെ അടിഭാഗം ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഷാളിൽ ചെയ്തതൊന്നും ഞാൻ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ചുരിദാറിൻ്റെ മെയിനായിട്ട് കാണുന്ന ആ ഒരു ഫ്രണ്ട് ഏരിയ ഫുള്ളായിട്ട് എനിക്ക് ഡിസൈൻ ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു. പിന്നെ 2 സൈഡിലേക്കായിട്ട് 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുള്ളായിട്ടും ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷുഗർ ബീഡൊക്കെ കോർത്തെടുക്കണ തീരെ കട്ടിയില്ലാത്ത സൂചിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ സാധാരണ സ്റ്റിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ലൈനിലൂടെ വൈറ്റ് കളറിലുള്ള കട്ട് ബീഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആരി വർക്കൊക്കെ ചെയ്യണ പോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേന് എന്തായാലും തീരാനായിട്ട് പോകണില്ല. എനിക്ക് രാവിലെ ചുരിദാർ ഇടേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കട്ട് പീസ് ഇതുപോലെ കയ്യിലെടുത്തിട്ട് സൂചിയിൽ കുറേ അധികം ഇതുപോലെ കോർത്തെടുത്തു. എന്നിട്ട് പിന്നെ അത് എത്രയാണോ ഉള്ളത് എന്ന് വെച്ചാൽ അത്രയും നീളത്തിൽ നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ട് അവിടെ അടിഭാഗത്തേക്ക് കുത്തി കൊടുത്തിട്ട് പിന്നെ അത് ഫുള്ളായിട്ട് ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീർത്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഓരോന്നായിട്ടും കോർത്തെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. ഇല്ല, ഫുള്ളായിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് ആദ്യം ചെയ്തതൊക്കെ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ഭാഗമൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ നല്ല സ്റ്റഡിയിൽ തന്നെ ഫുള്ളായിട്ട് ഒറ്റ ലൈന് പോലെ കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ കറക്റ്റ് ആ ഒരു എവിടെയാണോ വരുന്നത് ആ ഭാഗം ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് അവിടെ സൂചി താഴേക്ക് ഇറക്കിയിട്ട് അടിഭാഗത്ത് ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക.
4 ലൈനും ഇതുപോലെയാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ടും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ ലൈനിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ഓരോ കട്ട് ബീഡ്സ് ഒരു ലീഫ് പോലെ തോന്നിക്കുന്ന വിധത്തിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ കൈയിൻ്റെ അടിഭാഗത്തും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്, ഷാളിലും സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. ചുരിദാറിൽ ഫുള്ളായിട്ട് ഇതുപോലെ കട്ട് ബീഡ് വെച്ചിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.